Hi everyone, welcome back to Mrs. Malabar. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഐസ്ക്രീം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇതിൽ വിപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്തതെങ്കിലും അതിന് തന്നെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. പിന്നെ എനിക്ക് കഴിയുന്ന പോലെയൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഡെക്കറേഷനൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ആദ്യം നമുക്ക് കേക്കിൻ്റെ സ്പഞ്ച് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1/2 കപ്പിൻ്റെ മെഷറിംഗ് കപ്പിലേക്ക് 1 ടേബിൾ സ്പൂൺ കോക്കോ പൗഡർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ബാക്കി ഭാഗം മുഴുവനായിട്ടും മൈദപ്പൊടി വെച്ചിട്ട് ഫില്ല് ചെയ്യുക. നമുക്ക് ഈ കേക്ക് വെറും 2 ലെയറായിട്ടേ കട്ട് ചെയ്യാനുള്ളൂ, അതുകൊണ്ട് തന്നെ ചെറിയ സ്പഞ്ച് കേക്ക് മതി. ഇനി ഞാൻ വേറൊരു ബൗളെടുത്തിട്ട് അതിൻ്റെ മേലെ അരിപ്പ വെച്ചിട്ട് നമ്മുടെ ഈ കോക്കോ പൗഡറും മൈദപ്പൊടിയും നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാൻ പോവാണ്. ഇത് നമ്മളൊരു 2-3 പ്രാവശ്യം അരിക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് വരും. ഇതിലേക്ക് ഞാനൊരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം വേറൊരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കുക. ഇത് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ് കേട്ടോ എടുക്കേണ്ടത്. ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ട് യൂസ് ചെയ്യാനായിട്ട് പാടില്ല. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്തിട്ട് ബീറ്റർ വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ആദ്യം തന്നെ മുട്ടയും വാനില എസൻസും ബീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ മുട്ടൻ്റെ സ്മെല്ലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പോയിട്ട് കിട്ടും. അങ്ങനെ പ്രത്യേകിച്ച് എടുത്തറിയൊന്നുമില്ല. അപ്പോൾ പിന്നെ ഇതിലേക്ക് നമുക്കിനി പൊടിച്ച പഞ്ചസാര ചേർക്കാനായിട്ട് തുടങ്ങാം. 1/2 കപ്പിൻ്റെ മെഷറിംഗ് കപ്പിലാണ് ഞാനിപ്പോൾ പഞ്ചസാര എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതൊരു 3 ബാച്ചായിട്ട് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ബീറ്റ് ചെയ്യാൻ വേണം. ഇടയ്ക്കിടയ്ക്കായിട്ട് ഈ പഞ്ചസാര ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. നല്ല പോലെ ഇത് പൊങ്ങിയിട്ട് വരും. ആ സമയം നമുക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ഓയിലാണ് വേണ്ടത്. അതും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അധിക നേരം ഇനി ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ടിട്ടിട്ട് അതും ഈ ബീറ്റർ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ബീറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഒന്ന് ലോ സ്പീഡിലിട്ടിട്ട് ഒരു 30 സെക്കൻഡ്സ് മാത്രമേ ഇത് ബീറ്റ് ചെയ്യാൻ പാടുള്ളൂ. കൂടുതൽ സമയം ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കേക്ക് ഹാർഡായിട്ട് പോകും. അതുകൊണ്ട് 30 സെക്കൻഡിൽ കൂടുതൽ ബീറ്റ് ചെയ്യാനേ പാടില്ല. ഇപ്പം നമ്മുടെ ബാറ്റർ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡൊക്കെ ഒരു സ്പാച്ചില വെച്ചിട്ട് ക്ലീനാക്കി എടുക്കാം. അത് ഈ ബാറ്ററിൻ്റെ കൂടെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുത്താൽ മതി. പിന്നെ നമുക്കിത് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ കേക്കിൻ്റെ അവസാനത്തെ സ്റ്റെപ്പായിട്ടുള്ള ബേക്കിംഗ് സോഡയും വിനീഗറും കൂടെ മിക്സ് ചെയ്തെടുക്കാൻ ഒരു ബൗളിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ വിനീഗറും കൂടെ ഒഴിച്ചിട്ട് അതിങ്ങനെ പതഞ്ഞ് വരുന്ന സമയത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ കേക്കിൻ്റെ ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുത്താൽ നമ്മൾ കേക്കിൻ്റെ ബാറ്റർ റെഡിയായി. ഇപ്പോൾ ഞാൻ ഈ ഒരു സോസ് പാനിലാണ് കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ പോണത്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഡ്രോപ്സ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊരു ടിഷ്യൂ വെച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്യാണ്. പിന്നെ നമുക്ക് ഈ സമയം തന്നെ തട്ടൊന്ന് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇതിൻ്റെ ആവശ്യമില്ല, എന്നാലും ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ഞാൻ സ്റ്റവ് കത്തിച്ചിട്ട് ഒരു തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലൊരു അലുമിനിയത്തിൻ്റെ തട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതിന് പകരമായിട്ട് തവയും വെച്ച് കൊടുക്കുക. ഇനി നമ്മുടെ ഈ സോസ് പാനിലേക്ക് കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ ബാറ്റർ വേണമെങ്കിൽ കേക്ക് ടിന്നിലാക്കിയിട്ട് വലിയൊരു പാത്രത്തിൻ്റെ ഉള്ളിൽ ഇറക്കി വെച്ചിട്ടും ബേക്ക് ചെയ്യാനായിട്ട് പറ്റും. രണ്ടും സെയിം പോലെ തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലെങ്കിൽ നമുക്ക് അവനിലേക്ക് വെച്ചിട്ടും ബേക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിൽ എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ തട്ടിൻ്റെ മേലേക്കായിട്ട് വെച്ച് കൊടുക്കുകയാണ്. ഈ സമയത്ത് ഫ്ലെയിം നല്ലോണം കുറച്ച് വെക്കണേ. ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ. എന്നിട്ടൊരു 20 മിനിറ്റ് ഇതേപോലെ അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പം ബേക്ക് ചെയ്യുന്ന സമയം നമ്മൾ സ്റ്റവിൻ്റെ ഹീറ്റിനനുസരിച്ചിട്ട് ഡിഫറെൻ്റ് ആവും. അപ്പോൾ ഒന്ന് നോക്കിയിട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഒരു കത്തി കുത്തി നോക്കിയപ്പം ക്ലീൻ ആയിട്ടാണ് അത് വന്നിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം നമ്മുടെ കേക്ക് ബേക്കായി എന്നാണ്. ഇനി നമുക്കിത് തണുക്കാൻ വേണ്ടി കുറച്ച് സമയം ഒന്ന് വെച്ചതിന് ശേഷം ഈ സോസ് പാനിൽ നിന്ന് എടുത്തിട്ട് മാറ്റാം. കേക്ക് അധിക സമയം സോസ് പാനിൽ വെക്കരുത്. പിന്നെ ബേക്ക് ആയതിന് ശേഷം അടച്ച് വെക്കാനും പാടില്ല. അങ്ങനെ ആകുമ്പോൾ കേക്ക് താന്നിട്ട് പോവും. അപ്പോൾ ഞാനിത് എടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാണ്. നല്ല പോലെ ബേക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഐസ്ക്രീം വിപ്പിംഗ് ക്രീം ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഏത് ബ്രാൻഡിൻ്റെ വേണമെങ്കിലും എടുക്കാനായിട്ട് പറ്റും. നമുക്ക് ഈ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്ത് സോഫ്റ്റ് പീക്സ് ആക്കി എടുക്കണം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് റിച്ചിൻ്റെ ഗോൾഡാണ്. അതിനൊരു മിൽക്കി ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ക്രീമിന് നല്ലൊരു ഫ്ലേവറൊക്കെ വരും. ഇനി നമുക്ക് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. മിൽക്കി മിസ്റ്റിൻ്റെ ഫ്രഷ് ക്രീമാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അതൊരു 1/2 കപ്പോളം ഈ വിപ്പിംഗ് ക്രീമിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് വേണം. ഇത് ഞാൻ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അത് 1/2 കപ്പോളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. 1/2 കപ്പിലും കൂടുതൽ ചേർക്കുന്നത് നന്നാവും. ഇനിയിപ്പോൾ നിങ്ങൾ കുറവാണ് ചേർക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇത്തിരി പഞ്ചസാര പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കണേ. ഇപ്പം തന്നെ ഒരു ഐസ്ക്രീമിൻ്റെ ഫ്ലേവറൊക്കെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു ഇത്തിരി വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്.
അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഒരു 1/2 ടീസ്പൂണൊക്കെ ചേർത്തിട്ട് ഈ ഒരു ക്രീം നല്ലോണം ബീറ്റ് ചെയ്തിട്ട് എടുക്കുക. ഇപ്പം തന്നെ ഇത് സ്റ്റിഫ് ആവില്ല, കാരണം നമ്മുടെ ഐസ്ക്രീമിൻ്റെ ഒരു ടെക്സ്ചർ ഉണ്ടല്ലോ, അത് ഒന്ന് തണുത്ത് കഴിഞ്ഞാലാണ് വരിക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ക്രീം ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് അരമണിക്കൂർ തണുപ്പിച്ചെടുത്തേണ്. എന്നിട്ട് വീണ്ടും എന്താ ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ഇപ്പം ആ തണുപ്പ് കൊണ്ട് നല്ല സ്റ്റിഫായിട്ട് കിട്ടും. അരമണിക്കൂർ ഞാൻ ഫ്രീസറിലേനിയെ വെച്ചിനത്, അതുകൊണ്ട് തന്നെ നല്ല സ്റ്റിഫായിട്ട് ക്രീം ബീറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത പരിപാടി കേക്ക് അസംബിൾ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു നോസിലാണ് പൈപ്പിംഗ് ബാഗിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇതാകുമ്പം പെട്ടെന്ന് തന്നെ ക്രീം സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മൾ പെറ്റൽസ് ഒക്കെ വരയ്ക്കൂലേ, ആ ഒരു നോസിലാണിത്. എന്നിട്ട് നമ്മുടെ ക്രീം മുഴുവനായിട്ടും ഇതിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ടേൺ ടേബിളിൻ്റെ മേലായിട്ട് കേക്ക് ബോർഡ് വെച്ച് കൊടുക്കുക. ഇപ്പം ഞാൻ 7 ഇഞ്ചിൻ്റെ കേക്ക് ബോർഡാണ് എടുത്തിട്ടുള്ളത്. ഈ കേക്ക് വരുന്നത് 6 ഇഞ്ചിൻ്റെ അടുത്തേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ 7 ഇഞ്ച് ആകുമ്പം നല്ലൊരു വലുപ്പത്തിൽ നിൽക്കുന്നുണ്ട്. ഇനി ഇതാ കേക്ക് 2 പീസായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പം ആദ്യം ഒന്ന് മാർക്ക് ചെയ്തിട്ട് പിന്നെ ഉള്ളിലേക്ക് കത്തിയിട്ടിട്ട് കട്ട് ചെയ്യുക. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അതിനുശേഷം കേക്ക് ബോർഡിൽ ആദ്യം ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീം ആക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ കേക്ക് വെച്ചതിന് ശേഷം അത് ഞാനൊന്ന് വെറ്റാക്കി കൊടുക്കാൻ പോവാണ്. പാലിൽ കുറച്ച് കണ്ടൻസ് മിൽക്ക് മിക്സ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അത്. അപ്പോൾ അത് വെച്ചിട്ട് കേക്ക് വെറ്റാക്കുമ്പം നല്ലൊരു ടേസ്റ്റ് വരുന്നുണ്ട്. ഇത് വെച്ചിട്ട് ഞാൻ കേക്ക് മുഴുവനായിട്ടും വെറ്റാക്കി കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് ഒരു ലെയർ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ക്രീം നല്ല കട്ടിക്ക് വേണം കേട്ടോ ചെയ്യാൻ, കാരണം ഇതൊരു ഐസ്ക്രീം ലെയർ പോലെ തന്നെ നിൽക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു ലെയർ ക്രീമാക്കി, പിന്നെ അതിൻ്റെ മേലെ രണ്ടാമത്തെ ലെയർ ക്രീമാക്കി, അങ്ങനെ ഒരു 3-4 ലെയർ ക്രീം ഞാനിപ്പോൾ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പാലറ്റ് നൈഫ് വെച്ചിട്ട് ഞാൻ ഈ ക്രീം ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം സൈഡ്സൊക്കെ റെഡിയാക്കിയിട്ട് എടുക്കുകയാണ്. ഇപ്പം തന്നെ സൈഡ് റെഡിയാക്കാം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ബുദ്ധിമുട്ടാവും. അങ്ങനെ ഇതാ എല്ലാം കഴിഞ്ഞിട്ട് നമുക്കിനി അടുത്ത ലെയർ കേക്കും കൂടെ വെക്കാം. ഇപ്പം നമ്മുടെ രണ്ടാമത്തെ ലെയർ കേക്കും ഞാൻ ഇതിൻ്റെ മേലേക്കായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് വരുന്നത് കേക്കിൻ്റെ ബേസ് ഉണ്ടല്ലോ, ആ ഭാഗമാണ് ഞാനിപ്പോൾ മേലേക്കായിട്ട് വെച്ചിട്ടുള്ളത്. അതാവുമ്പോൾ നല്ല ഷേപ്പിൽ നിൽക്കും. ഇനി ഇതും കൂടെ ഞാൻ കുറച്ച് സിറപ്പ് വെച്ചിട്ട് വെറ്റാക്കിയിട്ട് കൊടുക്കുകയാണ്. നമ്മുടെ പാലിൻ്റെയും കണ്ടൻസ് മിൽക്കിൻ്റെയും ആ ഒരു മിക്സും ഉണ്ട്. പിന്നെ നമുക്കൊരു കുഞ്ഞ് ലെയർ വിപ്പിംഗ് ക്രീമും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. സൈഡിലൊക്കെ ഞാൻ ആക്കി കൊടുത്തിട്ടുണ്ട്, ഈ കേക്കിനെ മൊത്തത്തിലൊന്ന് കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിന് ഈ ഒരു കോട്ടിങ് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. സാധാരണ നമ്മൾ ക്രം കോട്ട് ചെയ്യും, പിന്നെ അതിൻ്റെ മേലെ ഫൈനൽ കോട്ടൊക്കെ ചെയ്യുമല്ലോ. ഇതിനങ്ങനൊന്നും ചെയ്യണില്ല, കാരണം ഉള്ളിൽ ഫുള്ള് ക്രീമാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ കൂടുതലായിട്ട് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കണില്ല. ഇനി നമുക്ക് സൈഡ്സൊക്കെ ഒരു ടിഷ്യൂ വെച്ചിട്ട്, കുറച്ചൊരു വെറ്റായിട്ടുള്ള ടിഷ്യൂ വെച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാം. പിന്നെ ഞാൻ കേക്കിൻ്റെ മേലെ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ട് ക്രീം ഒഴിച്ചു കൊടുക്കുകയാണ്. ക്രീമും ചോക്ലേറ്റും ഞാൻ സെയിം അളവിലാണ് എടുത്തിട്ടുള്ളത്. 130 ഗ്രാം ക്രീമും 130 ഗ്രാം ചോക്ലേറ്റുമാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ ഈ ക്രീം ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് വൈറ്റ് ചോക്ലേറ്റിൻ്റെ കോമ്പൗണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മെൽറ്റാക്കിയിട്ട് എടുക്കണം. ഇപ്പോൾ നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു ഡ്രോപ്പ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒന്ന് കളർ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. റെഡ് ഫുഡ് കളറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്, ജെല്ലാണ്, ഒരു ഡ്രോപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പം ഒരു പിങ്ക് കളർ പോലെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാനൊരു പൈപ്പിംഗ് ബാഗിലേക്ക് എടുത്തേണേ. ഒന്ന് ചൂട് വിട്ട് കഴിഞ്ഞതിന് ശേഷമാണ് പൈപ്പിംഗ് ബാഗിലേക്ക് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതാ ഇതേപോലെ ഡ്രിപ്പിംഗ് ഡിസൈനാണ് ചെയ്ത് കൊടുക്കുന്നത്. ചില ഡ്രിപ്സ് ഞാൻ വലുതാക്കിയിട്ട് ചെയ്തിരിക്കുന്നത്, ചിലത് ചെറുതായിട്ടാണ് നിൽക്കുന്നത്. ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ കുറച്ചധികം ഗനാഷ് ബാക്കിയുണ്ടേനെ. അപ്പോൾ ഞാൻ അത് വെച്ചിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഉള്ളിലേക്ക് കൊണ്ടുവന്ന് മൊത്തം കേക്കും ഈ ഗനാഷ് വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മേൽഭാഗം മൊത്തത്തിൽ ഗനാഷാക്കി കൊടുത്തേന്. പിന്നെ നമുക്ക് ബാക്കി വന്നിട്ടുള്ള വിപ്പിംഗ് ക്രീം ഞാനൊരു പൈപ്പിംഗ് ബാഗിൽ എടുത്തിട്ട് ഇതുപോലത്തെ ഒരു നോസിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിങ്ങനെ ഓപ്പൺ ആയി നിൽക്കുന്ന സ്റ്റാർ നോസിലുണ്ടല്ലോ, അതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് വെച്ചിട്ട് ഇങ്ങനെ റൗണ്ടിൽ ഡിസൈൻ ആക്കി കൊടുക്കുകയാണ്. ഇത് സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ ചെയ്യുക. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ചും കൂടെ ഒന്ന് മൊഞ്ച് കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഷുഗർ സ്പ്രിങ്കിൾസും കൂടെ മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം ഇതൊന്ന് തണുപ്പിക്കാൻ വെച്ചിനെ. ഒരു അരമണിക്കൂർ തണുപ്പിച്ചതിന് ശേഷമാണ് ഞാനിപ്പോൾ സ്പ്രിങ്കിൾസ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് കേക്ക് ഒരു 2 അല്ലെങ്കിൽ 4 മണിക്കൂറെങ്കിലും നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. നമ്മുടെ ഐസ്ക്രീം കേക്കിൻ്റെ റെസിപ്പി നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഫുള്ളായിട്ട് കാണേ, സ്കിപ്പ് ചെയ്യാതെ കാണണം. ഇനി നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം.
ഇപ്പോൾ തന്നെ ഞാൻ നമ്മുടെ കേക്ക് കട്ട് ചെയ്തിട്ട് ഒരു പീസ് എടുത്തിട്ടുണ്ട്. അപ്പം ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഉള്ളിൽ നല്ല തിക്കായിട്ടാണ് ഞാൻ വിപ്പിംഗ് ക്രീം കൊടുത്തിട്ടുള്ളത്. ശരിക്കും അത് വിപ്പിംഗ് ക്രീം അല്ല, നമ്മൾ ഒരു ഐസ്ക്രീം പോലെയാണ് അത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ടേസ്റ്റ് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ആ വിപ്പിംഗ് ക്രീമിന് ഒരു സ്പെഷ്യൽ ഫ്ലേവറാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. നിങ്ങളും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. പിന്നെ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മിസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.